ഇതൊരു തളർത്തുക പറയില്ല, അങ്ങനെ ഒരു ഫീൽ. അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഫാമിലി തന്നെ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് തുടങ്ങണത് തന്നെ. അപ്പൊ അവർക്ക് പറയാനുള്ള ഒരു നല്ല മെസ്സേജ് തന്നെയാണത്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റും നിന്നിട്ടും ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ ഉണ്ടാവുക. ചിലപ്പോൾ PSC അല്ലേ, അതൊക്കെ എന്താ ഇങ്ങനെ കിട്ടുക അങ്ങനെ. പക്ഷെ അതൊന്നും കേൾക്കരുത്. നിങ്ങൾക്ക് ഒറ്റ ഒരു എയിം ഉണ്ടായിരിക്കണം. തൃശ്ശൂർ LPS ബിന്ദുജയുടെ വീട്ടിലാണുള്ളത്. അച്ഛനും അമ്മയും എല്ലാവരും കൂടി ആ സന്തോഷം ഒന്ന് പങ്കിടാൻ വേണ്ടിയിട്ട് നമ്മളൊരു ചെറിയ കേക്കൊക്കെ മുറിച്ചിട്ടൊന്ന് സന്തോഷം പങ്കിടുകയാണ്. ഫസ്റ്റ് ആ ഒരു റാങ്ക് കിട്ടി എന്ന് പറഞ്ഞപ്പോഴുള്ള ആ ഒരു ഫീലിംഗ് എന്തായിരുന്നു? ഒരു 10ന്റെ ഉള്ളിലൊക്കെ വരുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. അപ്പോ വരാതെ കൊണ്ട് ഇങ്ങനെ നിരാശയായിട്ട് ഇങ്ങനെ ഫോൺ പെട്ടെന്ന് ഇങ്ങനെ നോക്കിയപ്പോ ഒന്ന് കണ്ണടച്ച് പിന്നെ ഒന്നും കൂടി ഒന്ന് നോക്കി ആ ഒരു എക്സൈറ്റ് പെട്ടെന്ന് ഒന്ന് ഷോക്കായി. പിന്നെ ഓക്കെ, ഭയങ്കര ഒരു എന്താ പറയാ മൊമെന്റ് ശരിക്കും പറഞ്ഞാൽ എല്ലാ കാലത്തും ഓർമ്മ ഉണ്ടാകുന്ന ഒരു മൊമെന്റ് ആയിരിക്കും. സത്യം, അതായത് ഇതുവരെയായിട്ട് കുറെ സംഭവങ്ങൾ കൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ലൈഫിലത്തെ ബെസ്റ്റസ്റ്റ് ആയിരിക്കും ആ ഒരു മൊമെന്റ്. ആ സംഭവം അച്ഛനോടും അമ്മയോടും വന്ന് പറയുമ്പോ ഉണ്ടായിരുന്ന അവരും കാഷ്വലായിട്ട് പറയും റാങ്ക് എത്രയാണ്. അപ്പൊ ഞാൻ ഇങ്ങനെ ഫോണിൽ കാണിച്ചു കൊടുത്തു. അങ്ങനെ ഒന്നാമത്തെ റാങ്ക് ഇങ്ങനെ കാണിച്ചു കൊടുത്തപ്പോ അമ്മ കരഞ്ഞു കെട്ടിപ്പിടിക്കുക ചെയ്തത്. സൈലം ഫാമിലിയിലേക്ക് വന്നപ്പം ക്ലാസ്സുകളൊക്കെ എങ്ങനെയാ പ്രയോജനപ്പെട്ടെ? ക്ലാസ്സുകൾ എന്ന് പറഞ്ഞാൽ അടിപൊളി, ഒന്നും പറയാനില്ല. എല്ലാം യൂസ്ഫുൾ തന്നെയായിരുന്നു. പക്ഷെ ആ ഒരു ഫൈനൽ ടച്ച് ഉണ്ടല്ലോ, അതാണ് ശരിക്കും നല്ല യൂസ്ഫുൾ ആയത്. ഞാൻ എക്സാമിന്റെ ആ പ്രഷറിൽ ആ ഒരു ഫൈനൽ ആ ഒരു സമയത്ത് ക്ലാസ്സുകളൊന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടി എല്ലാ ടീച്ചേഴ്സിനെയും ആ സമയത്ത് ഒന്നുമില്ല, ഇത് മാത്രമായിരുന്നു ഉള്ള ഓൺലൈനിൽ ഇങ്ങനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കും ടീച്ചേഴ്സിനെയൊക്കെ. അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ അതാണ് നിങ്ങൾ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ക്ലോസ് ആയിരിക്കുമ്പോൾ പോലും നമുക്കൊരു ഇത് തോന്നുന്നില്ല, ആദ്യമായിട്ട് കാണുന്ന പോലെ തോന്നുന്നില്ല. കാരണം ക്ലാസ്സുകൾ കണ്ട് പരിചയമുള്ള പോലെ ഒരു ഫീലാണ്. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എല്ലാവർക്കും കുറച്ച് കാലം കഴിയുമ്പോൾ ഒരു മടുപ്പ് വരും. ഇനി മതിയായത് ഒരു ട്രാക്കിൽ എത്താത്ത ഒരു ഫീല്. ആ സമയത്ത് എന്തായിരുന്നു അത് തിരിച്ച് ആ ട്രാക്കിലേക്ക് എത്തിക്കാൻ വേണ്ടി എന്തായിരിക്കും ചെയ്തിട്ടുണ്ട്? നമുക്ക് ശരിക്കും പറഞ്ഞാൽ പഠിക്കാനൊരു മോട്ടിവേഷൻ പറഞ്ഞിട്ട് എന്തെങ്കിലും ഒരു ഫാക്ടർ ഉണ്ടാവുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതൊരു തളർത്തുക പറയില്ല, അങ്ങനെ ഒരു ഫീൽ. അപ്പൊ നമുക്ക് വീട്ടിൽ നിന്ന് തന്നെ ഫാമിലി തന്നെ നിന്നെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് വെച്ചിട്ടാണ് തുടങ്ങണത് തന്നെ. അപ്പോൾ അങ്ങനെ ഡിപ്രഷനൊക്കെ ആയിട്ട് ഭയങ്കരമായിട്ട് ഇരിക്കുന്ന സമയത്ത് ഇത് ആലോചിക്കുക, അതായത് ഇവരിനെയൊക്കെയല്ലേ ഫേസ് ചെയ്യേണ്ടത് റിസൾട്ട് വരുമ്പോൾ. അപ്പോൾ അത് നേടണം, അങ്ങനെ ആ ഒരു തോട്ടായിരുന്നു. അപ്പം അങ്ങനെ നമ്മൾ ഇനി ഇപ്പോൾ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളൊക്കെ ഉണ്ടാവില്ലേ, വേറെ പരീക്ഷയൊക്കെ പ്രിപ്പയർ ചെയ്യുന്നവരോട്, അപ്പോൾ അവരോട് ബിന്ദുജയ്ക്ക് പറയാനുള്ള ഒരു മെസ്സേജ് എന്തായിരിക്കും? സ്വന്തം ലൈഫിൽ നിന്ന് തോന്നിയ ഒരു മെസ്സേജ്. എൻ്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ ചുറ്റും നിന്നിട്ടും ചിലപ്പോൾ നമുക്ക് നമ്മുടെ ഫാമിലിയിൽ നിന്നായിരിക്കും ഏറ്റവും കൂടുതൽ എതിർപ്പുകൾ ഉണ്ടാവുക. ചിലപ്പോൾ PSC അല്ലേ, അതൊക്കെ എന്താ ഇങ്ങനെ കിട്ടുക അങ്ങനെ. പക്ഷെ അതൊന്നും കേൾക്കരുത്. നിങ്ങൾക്ക് ഒറ്റ ഒരു എയിം ഉണ്ടായിരിക്കണം. ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ അടുക്കും ചിട്ടയോടും കൂടിയിട്ട് ഒരു പഠനം അതെന്തായാലും വേണം. അല്ലാതെ നമുക്ക് അവിടെ നിന്ന് കുറച്ച് ഇവിടെ നിന്ന് കുറച്ച് അങ്ങനെ ഒരിക്കലും അതുകൊണ്ട് കാര്യമില്ല. അങ്ങനെ അടുക്കും ചിട്ടയോടെ കൂടി നിങ്ങൾ കറക്റ്റായിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ എവിടെയാണോ നിങ്ങൾ വിചാരിച്ച് നിങ്ങൾക്ക് അവിടെ എന്തായാലും എത്തിച്ചേരാൻ പറ്റുന്നുള്ളതിന് തെളിവാണ് ഞാൻ. അപ്പോൾ എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.